ഇപ്പൊ എവിടെയില്ലേ? വൈകേച്ചിന്റെ വീട്ടിന്റെ അടുത്ത് ഇപ്പൊ നമ്മ പയ്യന്നൂര് താഴ്ന്നേരിയല്ലേ. അപ്പോൾ ഇവിടെ കല്യാണം കൂടെ വന്നിട്ടില്ല. അപ്പോൾ കല്യാണ തലേന്നാണ് ഏച്ചിയുടെ മോളെ കല്യാണമാണ്. കല്യാണ തലേന്ന് കേട്ടോ. നാളെ കല്യാണം. നാളെ പറഞ്ഞാൽ ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച കല്യാണം. ഇന്ന് ശനിയാഴ്ച തലേന്ന്. വീട്ടിൽ പരിപാടി ഉണ്ട്. ആ പരിപാടി കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ താഴ്ന്നേരി എത്തി കേട്ടാ. അങ്ങനെ നമ്മ ഏർത്തിയുടെ വീട്ടിൽ വന്നു കേട്ടാ. വൈകക്കുട്ടി നമ്മളെ കണ്ടു. നക്ഷത്രന്റെ കൈയെല്ലാം പിടിച്ചിട്ട് പോയി. ഓളെ ചേച്ചിയും ഓളും കൂടി വൈകിനെ കളിക്കാൻ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇതാണ് കല്യാണ പെണ്ണും കല്യാണ ചക്കനും നമിതയും അർജുനും. പിന്നെ നമ്മ കൊറേ സമയം അടിങ്ങനെ ഇരുന്നു. നമ്മ നേരത്തെ എത്തിനല്ലാണ്. ആദിശാട്ടനും വെല്ലമ്മയും വന്നു. ദീപേച്ചതാ ഇന്ദുച്ചിരി ചേച്ചി അല്ലേ? ചേച്ചിയാണ്. അതോടെ ഒന്ന് വർത്താനം പറയാന്ന്. എന്റെ കൂടെ പഠിച്ച പ്രസന്നയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നതാണ്. മുനിസിപ്പാലിറ്റി അല്ലേ? പിന്നെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് പേരറിയില്ല. കുറെ ചേച്ചിമാരിലും ഉണ്ട്. എല്ലാം പേരറിയില്ല. അവരെ നാട്ടിലല്ലേ, നമുക്ക് അങ്ങനെ പേരറിയില്ല. രണ്ടാള് നമ്മളെ പരം ഉള്ളവരുണ്ട്, തന്നെ പരിചയമില്ല. പിന്നെ ഇത് മറ്റേ ബിന്ദുച്ചിരി ഏട്ടന്റെ ഭാര്യയിലും ഉണ്ട് അതിന്റെ ഇടക്ക് അല്ലേ. അങ്ങനെ നമ്മൾ ചായക്ക് ക്ഷണിച്ചു. ചായ ഇത് എന്തപ്പാ? പൊട്ടിയപ്പം അല്ല, കല്യാണ വീട്ടിൽ പൊട്ടിയപ്പം നല്ല ടേസ്റ്റാണ്. ഇലക്കാന്ന് എന്റെ പോലെ പറയാൻ നമുക്കില്ല. പക്ഷെ നമ്മൾ എവിടെ പോയിക്കാലും നമ്മൾ കഴിക്കണത് നമ്മൾ കഴിക്കും. നമ്മൾ കഴിക്കണത് കഴിക്കോട്ടെ. എവിടെ പോയാലും നമുക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കുക. എവിടെ പോയാലും അങ്ങനെ. ഇപ്പൊ ക്യാമറമാനെ നമുക്ക് വരുന്നത്ര അല്ലേ, സെറ്റാക്കി വെക്കുന്ന അത്ര. നമുക്ക് വേഗം തിരിച്ചിങ്ങോട്ട് വരണ്ടല്ലേ. അച്ഛനമ്മ ഒറ്റക്കേ ഇല്ലോ. അതുകൊണ്ടാണ് നമ്മ പിന്നെ പെട്ടെന്ന് നേരത്തെ പോവിനി. അങ്ങനെ ഇത് ആരാന്ന്? ഏടത്തിന്റെ അമ്മയാണ് ജാനകി അമ്മ. ഏടത്തിയുടെ അമ്മയാണ് കേട്ടാ. മറ്റേ ഏടത്തിന്റെ ഇളയമ്മ. രണ്ടാളും ഇല്ല. അങ്ങനെ എല്ലാവർക്കും ഒരു ചായ സൽക്കാരം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ പ്രീത വരുന്നുണ്ട്. വഴി തെറ്റിപ്പോയിന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൂട്ടാൻ പറ്റും. ഇവരങ്ങോട്ട് പോയിന് കേട്ടോ. ഞാനും അവര് നക്ഷത്രം അങ്ങോട്ട് പോയിട്ട് ബൈക്കൊക്കെ പോയിന്. അപ്പൊ പ്രസന്ന എന്നെ പെരുതി ഇങ്ങനെ. ഇതാ നമ്മളെ അളിമോസൂർ ഏച്ചി അങ്ങനെ പതുക്കനെ വരുന്നുണ്ട്. മന്ദം കടന്നു വരുന്നുണ്ട് രണ്ടാളും കൂടി അല്ലേ. വൈകിയ ഇന്നത്തെ താരം. വൈകി എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. ഇതൊന്നും കേക്കാ. അതാ ചേച്ചി? അത് മറ്റേ നമിത, എന്റെ അനിയത്തിയാണ്. ഇത് ഇവിടെ ഏടത്തിയുടെ ചപ്പാത്തി കമ്പനിയിലെ സ്റ്റാഫ്. എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ്. എല്ലാം പേര് പറയും വേക്കം. ശ്രുതി, നീതു, സംഗി, സജിത, ശ്രീജ, പിന്നെ സൂര്യ, പിന്നെ സംഗീന്റെ മോള്, ശ്രീജന്റെ മോള്. എന്റെ സജി വന്നിട്ടാ. ഇവിടെ സജി വന്നിട്ടാ. സജിതയുടെ അമ്മ വെച്ചോണ്ടല്ലേ. അപ്പൊ ഏടത്തി എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. ഏടത്തി ഇടയ്ക്ക് കാണുന്നുണ്ട് അല്ലേ. ഏടത്തി ചേച്ചി ഏടത്തിയെ ചുരിദായെന്ന പേര് പറയുന്നത്. അങ്ങനെ നമ്മൾ അനിയത്തിയും മരുമോളും വരുന്നുണ്ട്. അനിയത്തി പ്രീത, മരുമോള് പാലേട്ടൻ, അവരെല്ലാം വന്നു. ഇവര് ഓട്ടോയില വന്നിന് കേട്ടാ. ഇത് കുറച്ച് സമയം നമ്മളെ നാട്ടുകാരായിട്ട് വർത്താനം പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് പിന്നെ വർത്താനം പറയാൻ ഇഷ്ടംപോലെ സമയം പെണ്ണുങ്ങൾ സത്യസന്ധമായ വർത്താനം പറഞ്ഞു. നമ്മെ നോണേ പറഞ്ഞില്ല. ആണുങ്ങളാണ് കൂടുതൽ. പിന്നെ നമ്മളെ കമ്പനിക്കാരാണ്. എല്ലാരും ഇവിടെ ഫ്രണ്ടാണ് കേട്ടാ. ഇവിടെ ഫ്രണ്ടാണ്. ഞാൻ കുറച്ച് സ്റ്റൈലാക്കിട്ട് നിന്നു. പക്ഷെ മുടി വരാൻ പറ്റിയിട്ട. എന്തല്ലോ വർത്താനം പറയുന്നു എല്ലാരും കൂടിയിട്ട്. കല്യാണ വീട്ടിലെ പുരാണങ്ങൾ അല്ലേ. പിന്നെ എന്നാണ് എല്ലാവരും ഫോട്ടോഷൂട്ട് അല്ലേ. ഇതെല്ലാം സ്റ്റാഫ്. ഇത് നമ്മൾ ചപ്പാത്തി കമ്പനി സ്റ്റാഫ്. ഏടത്തിയിലെ നാട്ടുകാർ. എല്ലാവരും പേര് പറയാ. സംഗീത ഇപ്പം പേര് പറഞ്ഞു. ഇത് പിന്നെ നമ്മയും എടുത്തു. അങ്ങനെ ഫോട്ടോഷൂട്ട് നിന്നു. ഞാൻ, നഷു, കല്യാണപ്പെണ്ണ്, ഏച്ചി, ലത, ബാലാട്ടൻ, പീത, നവലും തീയും. അങ്ങനെ എല്ലാം കൂടി ഫോട്ടോഷൂട്ടിൽ നിന്നു. ഇത് നമ്മളെ വൈകുട്ടിയും കല്യാണപ്പെണ്ണും. ഇത് കല്യാണപ്പെണ്ണിൻ്റെ ഫ്രണ്ട് മാറി. ഇതെല്ലാം സുരേച്ചിലായിട്ട് ഫ്രണ്ടാവും അല്ലേ. എന്തോ അളിമസൊന്ന് വർത്താൻ പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. ഇത് കല്യാണപ്പെണ്ണും കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തിയോ അല്ലേ.
ഇത് സുരേഖ ചേച്ചി, സുരേഖ ഏടത്തിരെ ഏച്ചി അല്ലേ. ചേച്ചിയാണ്. പിന്നീട് ആ ലൈറ്റ് കണ്ടിട്ട് ഇവളിങ്ങനെ എടുത്ത് പൊന്തിച്ച് നോക്കറാ, നല്ല ലൈറ്റ് തന്നെ പറയുന്നത്. ഇതാരാന്ന് പറഞ്ഞേ? ഇത് എൻ്റെ ചേച്ചിനെ ഒപ്പം പഠിച്ച എൻ്റെ നാട്ടിലാന്ന്, ബീനേച്ചിയാണ്. അവരെ കല്യാണം കഴിച്ചോണ്ട് പോയി അങ്ങ് മടക്കം അങ്ങോട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ട്, പിന്നെ കുറേ സമയം ഇങ്ങനെ ഫോട്ടോഷൂട്ടാണ് അല്ലേ. അങ്ങനെ ഏട്ടനും വന്നു. ഏട്ടൻ രാവിലെ പോയതാണ്, പിന്നെ പോയിട്ട് വീട് വന്നിട്ട് ആദ്യം തന്നെ തിരിച്ചു പോയതാണ് അല്ലേ. വീട്ടിൽ വന്നിട്ട് ബൈക ഇതാ അച്ഛൻ നല്ല സന്തോഷമായി അല്ലേ, നല്ല വോൾട്ടേജ് വന്നു അല്ലേ. പിന്നീട് നമ്മ ഭക്ഷണത്തിനിരുന്നു അല്ലേ. നമുക്ക് വേഗം വരണ്ട, 8:30 നമ്മളെ ലാസ്റ്റ് ബസ്, അത് കിട്ടോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് വേഗം ഭക്ഷണത്തിരുന്നു കേട്ടാ. ഭക്ഷണത്തിരുന്നു. അപ്പോൾ ബിരിയാണിയാണ് അല്ലേ. നല്ല ബിരിയാണിയാണ്, നല്ല സദ്യയാണ്. നല്ല സദ്യ അല്ല, നല്ല ബിരിയാണിയാണ്. സദ്യ, ബിരിയാണിക്ക് സദ്യ എന്ന് പറയാ, ബിരിയാണിക്ക് ബിരിയാണി എന്നല്ല പറയല് അല്ലേ. നല്ല ബിരിയാണിയാണ്. ഇവള് 2 വട്ടം മണിച്ചിന്, ഞാൻ ഒരിക്കലും വാങ്ങിച്ചിട്ടു. ഞാൻ ബിരിയാണി അധികം കഴിക്കില്ല, എനിക്ക് സാധാ സദ്യ ഇഷ്ടം. സാധാ ചോറ് ഉണ്ടായിനാ ഉണ്ടായിനാ, ഞാൻ പിന്നെ ബുദ്ധിമുട്ടാക്കേണ്ട വെച്ചാൽ ഞാൻ ചോദിക്കാം. അപ്പൊ ഇതാണ് വാസുവേട്ടൻ, ഇതല്ലേ കല്യാണപ്പണിന്റെ അച്ഛൻ. അങ്ങോട്ട് പോകുന്നു കേട്ടോ. എല്ലാവർക്കും തിരക്കാണ്. എടുത്തി അടിച്ച് എന്നല്ലോ പറയുന്നത്. അനിയത്തിയും ബൈക്കും കൂടി എന്നാ പുരാണം ബൈക്ക് കൂട്ടി നല്ലോണം ചിരിക്കുന്നുണ്ടല്ലോ. മരുമോളെ ചുരിദാർ അടിപൊളിയായിട്ടുണ്ട് അല്ലേ, ദിയക്കുട്ടിയിലെ. ഇത് എടുത്തിരെ ടീച്ചർ അല്ലേ. ഇതാ വാസുവേട്ടൻ അല്ലേ, കല്യാണപ്പണിന്റെ അച്ഛൻ. ഇത് കല്യാണപ്പണിന്റെ അമ്മ കേട്ടാ അപ്പുറത്തത്. പെട്ടെന്ന് എടുത്തതാണ് ഇത്. അങ്ങനെ കല്യാണ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഡ്രസ്സ് കൊണ്ട് കൊടുക്ക ചടങ്ങ് അല്ലേ. വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം പുതിയ ചടങ്ങാണല്ലേ, മുമ്പൊന്നും അങ്ങനെയില്ല. ഞാൻ ഇവിടെ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ചടങ്ങില്ല കേട്ടാ. ഏത് കാലത്താണ് ഇങ്ങനത്തെ ചടങ്ങിൽ കല്യാണം കഴിച്ച ആരും കൊണ്ടോന്ന് പറയണം കേട്ടാ. പുതിയ ചടങ്ങിൽ പുതിയ കുട്ടികൾ ഉണ്ടാവില്ലോ അല്ലേ. അങ്ങനെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലായി. ഇവര് ആകാംക്ഷപൂർവ്വം നോക്കുന്നു. പിന്നെ തിരക്കായി അല്ലേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നത്രേ. ഞാൻ മുമ്പേ കട്ട് ചെയ്ത് പറയുന്നു. അതാ കല്യാണപ്പണും കല്യാണച്ചൊക്കെ ആടെ ഇരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ പുരാണം പറഞ്ഞിരിക്കുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യലായി. ആദ്യം നമ്മൾ ബ്രൗൺ കേക്കല്ലേ, കേക്ക് കട്ട് ചെയ്യൽ. ഇതെല്ലാം പുതിയ ചടങ്ങാണ് അല്ലേ. ഇപ്പം കാലം മാറുന്നതനുസരിച്ച് ഓരോ ചടങ്ങുകളും ഇങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ചെക്കനും പെണ്ണും കൂടി പരസ്പരം. ചെക്കൻ എൻ്റെ നാട്ടിലാണ്, കുറച്ചപ്പുറത്താണ്. ഞാൻ കണ്ടങ്ങാളി, അവൻ പുഞ്ചക്കാട്. ഇവിടെ ഫ്രണ്ടിന്റെ ആരും ആണല്ലേ, ബന്ധുവാണ്, ജ്യോതിന്റെ ബന്ധുവാണ്. ഫ്രണ്ട് ജ്യോതിയുടെ ബന്ധുവാണല്ലോ ഇവിടെ ഫ്രണ്ട്. ഇതെല്ലാം അങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കി നിൽക്കുന്നുണ്ട്. വേറെ കേക്ക് കൂടി ഉണ്ട്, വെള്ള കേക്ക് അല്ലേ. 2 കേക്ക് അല്ലേ, 2 കേക്ക് ആയിട്ടുണ്ട്. വൈകിയത് 60 നോക്കി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ കേക്കും കട്ട് ചെയ്തു. അങ്ങനെ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. ഇത് ഒന്ന് അവരെ കൊണ്ടുവന്നേക്കും, ഒന്ന് ഇവര് വാങ്ങി. അങ്ങനെയാണ്. അതെ, ഒന്ന് അങ്ങനെ ചെക്കൻ്റെ കേക്കും ഒന്ന് പെണ്ണിൻ്റെ കേക്കും അല്ലേ. അങ്ങനെയാണല്ലേ. പിന്നീട് അവര് ഫോട്ടോഷൂട്ട് എല്ലാം കൂടിയിട്ട് അല്ലേ. അങ്ങനെ ഫോട്ടോഷൂട്ട്, പെണ്ണിന് ഡ്രസ്സ് കൊടുത്തു അവര് നാളെ. ഡ്രസ്സ് അല്ലേ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച്. ഇത് അപ്പോൾ മരുമോള് വന്നിട്ടുണ്ട് അല്ലേ, അഞ്ജന ഭർത്താവ് കുഞ്ഞുകുട്ടൻ. അങ്ങനെ കുഞ്ഞുകുട്ടന് ഹായ് എല്ലാം പറഞ്ഞു, കയ്യെല്ലാം കൊടുത്തു. അച്ചാച്ചന് കൈ കൊടുക്കുന്ന. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് അങ്ങനെ മടക്കയാത്ര ആരംഭിച്ചു അല്ലേ.